യുഎഇയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 1.5 ലക്ഷത്തിലേക്ക്. രാജ്യത്തെ എക്കാലത്തെയും ഉയർന്ന സ്വദേശിവൽക്കരണ നിരക്കാണിത്. മന്ത്രിസഭാ യോഗത്തിൽ യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇക്കാര്യം അറിയിച്ചത്. 2024 അവസാനിച്ചപ്പോൾ യുഎഇയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം 1,31,000 350% സ്വകാര്യ മേഖലയിലെ സ്വദേശികളുടെ എണ്ണത്തിലുണ്ടായ വർധന. സ്വദേശിവൽക്കരണ ശ്രമങ്ങൾ വൻ വിജയമാണെന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകളെന്ന് മന്ത്രിസഭാ യോഗത്തിൽ യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. നാഫിസ് പദ്ധതിയും അത് നൽകുന്ന നേട്ടങ്ങളുമാണ് ഇതിലേക്ക് നയിച്ചത്. മുന്നറിയിപ്പുകളും നിയമലംഘകർക്കെതിരെയുള്ള കർശന നടപടിയും പദ്ധതിയുടെ വിജയത്തിന് ആക്കം കൂട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ മേഖലയിൽ സ്വദേശികൾക്ക് ജോലി ലഭ്യമാക്കുന്നതിനാണ് 2022 യുഎഇ സർക്കാർ സ്വദേശിവൽക്കരണ പദ്ധതിയായ നാഫിസിന് തുടക്കമിട്ടത്. ഇതനുസരിച്ച് 50 അതിലധികമോ ജീവനക്കാരുള്ള സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ വർഷത്തിൽ 2% സ്വദേശികളെ നിയമിക്കണം. കമ്പനികളുടെ സൗകര്യാർത്ഥം 6 മാസത്തിലൊരിക്കൽ 1% വീതം സ്വദേശികളെ നിയമിക്കാനും അനുമതിയുണ്ട്. ഇതനുസരിച്ച് ഡിസംബർ 31-നകം 6% സ്വദേശിവൽക്കരണമാണ് സ്ഥാപനങ്ങൾ പൂർത്തിയാക്കിയത്. നിയമം ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും കുറഞ്ഞ ഗ്രേഡിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യും. നിയമം പാലിക്കാത്ത കമ്പനിക്ക് ആളൊന്നിന് മാസത്തിൽ 8,000 ദിർഹം വീതം വർഷത്തിൽ 96,000 ദിർഹം പിഴയാണ് ഈടാക്കിയിരുന്നത്. ഇക്കൊല്ലം മുതൽ മാസാവസാന പിഴ 9,000 ദിർഹമായി ഉയർത്തിയിട്ടുണ്ട്. ജനം, ദുബായ്.